ഈ വാഹനങ്ങൾ അതിനു മുമ്പ് തന്നെ എടുത്തു മാറ്റാൻ ഇപ്പോൾ ക്രെയിൻ അടക്കം ഈ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആ പോലീസ് വാഹനം ആ സ്കൂൾ ബസ് അത് എടുത്തു മാറ്റാൻ വേണ്ടി ഇപ്പോൾ ക്രെയിൻ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ക്രെയിൻ ഉപയോഗിച്ച് ആ വാഹനം പിന്നിലേക്ക് നീക്കി അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഇനി ഇപ്പോൾ അവരുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്ന്. കാരണം തുടർ അപകടങ്ങൾ, ഒരുപക്ഷെ മഴ കൂടി ഉണ്ടായാൽ അപകടത്തിന്റെ സാധ്യത അത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത്തരം അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. യാത്രക്കാരെയും അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന കാഴ്ചക്കാരെയും പൂർണ്ണമായും മാറ്റുന്നു. അതുപോലെ അവിടെ വശങ്ങളിലുള്ള ഈ വൈദ്യുതി പോസ്റ്റുകളൊക്കെ ചെരിഞ്ഞ നിലയിലാണ്. ആ മേഖലയിലാകെ ഇപ്പോൾ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട നിലയിലാണോ? തീർച്ചയായും രണ്ട് വൈദ്യുതി പോസ്റ്റുകൾ ഈ ഭാഗത്തുണ്ടായിരുന്ന 1, 2, 3 വൈദ്യുതി പോസ്റ്റുകളാണ്. അത് പൂർണ്ണമായും മറ്റു ദിശയിലേക്ക്, ഓപ്പോസിറ്റ് ദിശയിലേക്ക് മറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റോഡിലേക്ക് തന്നെ ഒരെണ്ണം ചാഞ്ഞു കിടക്കുന്നു. അത് നേരത്തെ തന്നെ ഇവിടെ എത്തിയ ഉദ്യോഗസ്ഥരും നാട്ടുകാരും അടക്കം പറഞ്ഞത് ഇതിന്റെ താഴ്വശം പൂർണ്ണമായും ഇടിഞ്ഞിട്ടുണ്ട്. ഈ മണ്ണിന്റെ അടിവശത്തിലൂടെ ഇപ്പോൾ ഒരു ജലവിധാനം പോകുന്നുണ്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് അവർക്ക് വ്യക്തതയില്ല. പൈപ്പ് പൊട്ടിയതാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ? പക്ഷേ അതുകൊണ്ട് ഈ തുടർന്നും വീണ്ടും ഇത്തരത്തിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഇവർ മുന്നിൽ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇനി ഇവിടെ നിൽക്കരുത് എന്ന് ഇപ്പോൾ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മുകളിൽ നിൽക്കുന്നവരെ പൂർണ്ണമായി ഇപ്പോൾ പോലീസ് ഒഴിപ്പിക്കുകയാണ്. ആർക്കും അവിടെ നിൽക്കാൻ കഴിയില്ല, ഇനി നിൽക്കരുത് എന്നുള്ളതാണ്. അപകടം തുടർന്നുണ്ടാകാം എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ സമീപത്ത് അത് ഈ സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു ദുരന്ത സ്ഥലത്തേക്ക്, ഒരു ഭൂമികുലുക്കം അടക്കം ഉണ്ടായ സ്ഥലത്തേക്ക് എങ്ങനെയാണോ നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച, അതുപോലെ തോന്നുന്ന രീതിയിലാണ് ഇക്കാര്യങ്ങൾ എല്ലാം ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ആർക്കും ഒന്നും പറ്റിയില്ല. അതാണ് പല വശങ്ങളും ഇപ്പോഴും ഈ സൈഡ് വാനിന്റെ പല വശങ്ങളും ഇടിഞ്ഞു മാറിയിരിക്കുന്നതടക്കം ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി തന്നെ കാണാം. ഇതിന് പിന്നാലെയാണ് ഈ റോഡ് പൂർണ്ണമായും വിണ്ട് കീറി റോഡ് പൂർണ്ണമായും ഒരു വശത്തേക്ക് ചരിഞ്ഞ് പൂർണ്ണമായും തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. എന്തായാലും സ്ഥലത്തുള്ള ഗതാഗതം പൂർണ്ണമായി ഇപ്പോൾ പോലീസ് നിരോധിച്ചിരിക്കുകയാണ്. വൈദ്യുതി നിരോധിച്ചിട്ടുണ്ട്. വൈദ്യുതി ഇപ്പോൾ തടസ്സപ്പെടുന്നുണ്ട് ഈ ഭാഗത്ത് എല്ലാം തന്നെ. അതുകൊണ്ട് ഇനി തുടർന്നുള്ള കാര്യങ്ങൾ ഇനി പോലീസും ഉന്നത ഉദ്യോഗസ്ഥരും അടക്കം ആലോചിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.